സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിൽ ആവിർഭവിൻ്റെ അച്ഛനോട് പരസ്യമായി ക്ഷമ ചോദിച്ചിരിക്കുകയാണ് വിധികർത്താവായ നേഹ മാം. നേഹ മാം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആവിർഭവിൻ്റെ അച്ഛനോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന ക്ഷമാപണത്തോടു കൂടിയാണ് നേഹ മാം ആരംഭിച്ചത്. തീർച്ചയായും ആവിർഭവ് താങ്കളുടെ മകനാണ്. എല്ലാത്തിനുമുപരി ആവിർഭവ് ഒരു ദൈവപുത്രൻ കൂടിയാണ്. ഹി ഈസ് എ ഗോഡ്സ് ചൈൽഡ് എന്നാണ് ശബ്ദമിടറി നേഹ മാം പറഞ്ഞത്. തുടർന്ന് ഐ എം സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് നേഹ കക്കർ ആവിർഭവിൻ്റെ പിതാവിനോട് സംസാരിച്ചത്. ആവിർഭവ് ഒരു ദൈവപുത്രൻ കൂടിയാണെന്ന് നേഹ മാം പറഞ്ഞ വാക്കുകളോട് കൈകൂപ്പി തൊഴുതുകൊണ്ടാണ് ആവിർഭവിൻ്റെ അച്ഛൻ മറുപടി നൽകിയത്. ഇത് ഏതൊരച്ഛൻ്റെയും ജന്മസാഫല്യം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ഇതിഹാസമായ ആനന്ദ്ജിയും ആവിർഭവിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുവെന്നും വേദിയിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആവിർഭവിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. ആവിർഭവ് ഒരു ജീനിയസ് ചൈൽഡ് എന്നാണ് ആനന്ദ്ജി പറഞ്ഞത്. അച്ഛനെ നോക്കി യു ആർ സോ ലക്കി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിയങ്കരനായ ബാബുക്കുട്ടനും പേരൻസിനും അഭിമാനിക്കാൻ കഴിയുന്നൊരു സുവർണ നിമിഷം തന്നെയാണ്. ബാബുക്കുട്ടനെ സ്നേഹിക്കുന്ന നാം ഏവർക്കും ആനന്ദം പകർന്ന നിമിഷം കൂടിയാണ്. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വിജയ് കിരീടം ചൂടാൻ ബാബുക്കുട്ടന് കഴിയട്ടെ. സോണി ടിവി സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വിന്നർ ആവാൻ ബാബുക്കുട്ടന് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക.